പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഈ സമയത്ത് ഒരു കാര്യം ചെയ്യാറുണ്ട്. സരിത പറഞ്ഞു കൊടുത്തോ, ഇവൾക്കാണ് അതിനെക്കുറിച്ച് അറിവ്. മഴക്കാലം തുടങ്ങുകയാണ്, കൂടെ അസുഖങ്ങളും വരികയാണ്. ഒരു ചെറുതായിട്ടൊരു തൊണ്ടവേദന, ജലദോഷത്തിന്റെ തുടക്കം, ഒരു ചെറിയൊരു ചുമ, ഇങ്ങനെ കൊട്ട് അതൊക്കെ വന്നു. പക്ഷെ അത് പോയിട്ടാ, മരുന്നൊന്നും കഴിക്കേണ്ടി വന്നില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി പോയി. നമ്മളെല്ലാ കൊല്ലം നമുക്കറിയാം, നമ്മൾ ജഗുവിന് 2 വർഷം അലർജിക്കായിട്ട് ജഗുവിന് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 കൊല്ലം നമ്മൾ മുക്കുറ്റിയും കുരുമുളകും അരച്ച് ഒരു ഗുളിക രൂപത്തിൽ 41 ദിവസം വെറും വയറ്റിൽ കൊടുത്തു. ഇപ്പോൾ ജഗു നോക്കിയാൽ ഇങ്ങോട്ട് വന്നേ, ജഗുവിന് ഇപ്പോൾ ഒരു അസുഖമില്ല. കേട്ടാ അമ്മേരപ്പം നിന്നേ, കേട്ടാ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം വീടിയെടുത്തത് അല്ലേ. ഇപ്പം ജഗു ഉഷാറായി. അതായത് യാതൊരു വക ചെലവില്ലാണ്ട് ജഗുവിന്റെ അസുഖം മാറ്റാൻ പറ്റി. നമുക്ക് അലർജി മാറാന്ന് പറഞ്ഞ ജഗു അത് എന്തോരം ബുദ്ധിമുട്ടിയത്. ജഗു നാളും കൂടി അത് പറഞ്ഞു, എന്തോരം ബുദ്ധിമുട്ടുകളായിരുന്നു അതിന്റെ പ്രശ്നങ്ങൾ. മൂക്കിൻ്റെ ഉള്ളിൽ കിക്കിളിയാവണു, തൊണ്ടയുടെ ഉള്ളിൽ കിക്കിളിയാവണു എന്ന് പറയുവാൻ. അതായത് മൂക്ക് ചൊറിയുമ്പോഴും തൊണ്ട ചൊറിയുമ്പോഴൊക്കെ അത് പറയാറിയില്ല, എന്തുട്ടാന്ന് പറയാറിയാണ്ട് കിക്കിളിയാവണു എന്ന് പറയും. അപ്പം അങ്ങനെ അതൊക്കെ മാറിപ്പോയി. അപ്പോൾ ഈ മുക്കുറ്റിയും കുരുമുളക് അരച്ച് അലർജിക്ക് മാത്രമല്ല കേട്ടോ, ജലദോഷമൊക്കെ വരില്ല, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നതിനൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുക്കുറ്റി ഞങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷേ ആളുകൾക്ക് കണ്ടമാനം പേര്, ഈ ലക്ഷക്കണക്കിന് പേര് ഇത് ആവശ്യമുള്ളവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അറിയാത്തവർക്ക് ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. അതായത് മുക്കുറ്റി എന്ന് പറഞ്ഞ സാധനം മുക്കുറ്റിയും കുരുമുളകും കൂട്ടിച്ചേർത്ത് ഒരു ഒറ്റമൂരി പോലെ കഴിച്ച് നമ്മുടെ അലർജിയും ഇതൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മുക്കുറ്റി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ശരിക്കും ഉണ്ടായി തുടങ്ങാം. ഇതേ നേരത്തെ മഴ പെയ്താലും നേരത്തോടെ ഇതാണ് മുക്കുറ്റിട്ടാ. കണ്ടാ ഇതേണ്ട, ഇതിങ്ങനെ ഈ സാധനം ഇതുമേ ഒരു മഞ്ഞ പൂവുണ്ടാവും. അത് കാലത്താണ് പൂവുണ്ടാവുക. ഇപ്പോൾ പൂവ് വിരിയാൻ പോകുന്നുള്ളൂ, കുറച്ച് വിരിഞ്ഞിട്ടില്ലേ, കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ അല്ല ഇത് അല്ല, അത് മാത്രല്ല, ഇത് ജൂൺ ഒരു 10-15 ദിവസം കൂടി ആകുമ്പോൾ ഇവിടെ നിറച്ച് പൊട്ട. അപ്പോൾ മുക്കുറ്റി ഉണ്ട്, ഇതാണ് മുക്കുറ്റിട്ടാ. റോഡ് സൈഡിൽ കാണാം, പറമ്പുകളിൽ കാണാം. പിന്നെ നമ്മൾ വെള്ളാനിക്കര വശത്ത് ഒരു പറമ്പിലേ, റോഡ് സൈഡിൽ വെള്ളാനിക്കര ഒരു പറമ്പിലേ, അയാളെ മുറ്റത്ത് ഒരു 5 സെന്റ് സ്ഥലത്ത്, എത്ര സെന്റ് സ്ഥലത്താണ് ഈ മുക്കുറ്റി നിറയെ. എല്ലാ കൊല്ലം മുക്കുറ്റി കാടാണ്. ആളുകൾ വന്നിട്ട് ഈ സേവ് ദി ഡേറ്റ് സെൽഫി എടുക്കാനൊക്കെ വരുത്ര. അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വീണ്ടും മുക്കുറ്റി 5 മുക്കുറ്റിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അവിടെ സെൽഫി എടുക്കാൻ പറ്റിയ മുക്കുറ്റി നിലത്ത് ഇങ്ങനെ നിറച്ച് വളരെ അങ്ങനെ മുകളിൽ വലുതായി നിൽക്കുന്ന സാധനമല്ലല്ലോ. അതെല്ലാം കൂടി മഞ്ഞ പൂവാകുമ്പോൾ ഭയങ്കര ഭംഗി. ഇതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, 5 മുക്കുറ്റി. അപ്പൊ ഇത് ചെയ്യേണ്ട വിധം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാണ്. നിങ്ങളുടെ അറിവില് പരിചയത്തിലൊക്കെ അലർജി വിട്ട് മാറാത്ത അലർജി കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവില്ലേ, തുമ്മലും ചീറ്റിലായിട്ട് നടക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കട്ടാ. ഈ 3, 2, 5 മുക്കുറ്റി വലിയവർക്ക് ഒരു ചെലവില്ലാത്ത പരിപാടിയാണ്. നമുക്കിത് പറക്കണം, പറമ്പന്വേഷിച്ച് നടക്കണം എന്നുള്ള ഒരു ഇത് മാത്രമല്ല. ഇതെങ്ങനെ അരച്ച് കഴിക്കണ്ടേന്നും കാണിച്ചു തരാം. ഇത് മുന്നേ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം, അതിന്റെ മുന്നത്തെ കൊല്ലം ഒക്കെ ഇതിന്റെ വീഡിയോ ഇട്ടുണ്ട്. എന്നാലും നമുക്ക് ഇപ്പോഴും നമ്മളുടെ മറ്റേ പ്രൊമോഷന് വേണ്ടി വെച്ചേക്കണ ഫോൺ നമ്പറില്ലേ, അതിലിപ്പോഴും മെസ്സേജ് എങ്ങനെയാ കഴിക്കണ്ടേ, മുക്കുറ്റീരെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരൂ, മുക്കുറ്റീരെ വേരെടുക്കണോ, പൂവാണോ എടുക്കണ്ട, ഇല മാത്രമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ഫുള്ള് വീഡിയോ കാണാണ്ടേ. അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ കാണുക, എന്നിട്ട് കമന്റ് ഇടാട്ടാ. കാരണം ഇത് നിലക്ക് കുറച്ചു നേരം കണ്ടോണ്ട് ഒരു കുഴപ്പമില്ലേ. നമ്മൾ ആ ഒരു ആശുപത്രി ഇതിൻ്റെ ആസ്വാദനമായിട്ട് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മൾ അതിന് വേണ്ടി കെട്ടിക്കെടുക്കും. അതേസമയം ഈ മുക്കുറ്റീര ഇത് എങ്ങനെയാണ് അരച്ച് കഴിക്കുന്നതിനുള്ള വീഡിയോ കാണാനായിട്ട് ചിലപ്പോൾ 5 മിനിറ്റ് നേരം നമ്മൾ അതിന് സമയം ചിലവഴിക്കില്ലേ. അപ്പോൾ വെറും 41 ദിവസം ഇത് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവും. ഇപ്പോൾ പറയും, ചില ആളുകൾ ഇപ്പോൾ പറയും മുക്കുറ്റി കഴിച്ചാൽ ലിവർ അടിച്ചു പോകും, കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ. അപ്പോൾ ആ ഹാനികരമായിട്ടുള്ള സാധനത്തിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ 5 ഉണക്ക കുരുമുളകും കൂടി അരച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. 41 ദിവസം കേട്ടാ വെറും വയറ്റിൽ കഴിക്കുക. അത് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ ചായ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. വേറെ യാതൊരു പഥ്യങ്ങളും എടുക്കണ്ട, ഒരു ഇതുമില്ല, നമുക്ക് എന്ത് ഭക്ഷണവും കഴിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മീരെ അവിടേക്ക് പോവാണ് കേട്ടോ. വീഡിയോ എടുക്കാണോ? ഉണ്ണി ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചവിട്ടി അവിടെ കൊണ്ടുവച്ചാ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കണ്ട, അത് വിറ്റുകൾ എടുത്തോണ്ട് പോയാ. നോക്കി ഇന്നലത്തെ കാറ്റിൽ കസേരയൊക്കെ മറിഞ്ഞ് എടുക്കണ്.
മൂക്കുറ്റി നന്നായിട്ട് കഴുകുക. കാരണം നമുക്ക് ഇതിൻ്റെ വേര് അടക്കം വേണം. വേരിലും എല്ലാത്തിലും ഗുണങ്ങളുണ്ട്. സമൂലം. അപ്പോൾ വേര് കളയരുത് ഒരിക്കലും. ഇതിപ്പോ നമുക്ക് അമ്മിയുള്ള കാരണം ഇത് സരിത അന്നാമത്തെ അരയ്ക്കാം. അതെ, അല്ലാത്തവർ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10 ദിവസത്തേക്കുള്ളത്, 10 ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു 50 മുക്കുറ്റിയും 50 കുരുമുളകും എടുത്തിട്ട് മിക്സിയിൽ അങ്ങോട്ട് അരയ്ക്കുക. നല്ലോണം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു ബോക്സിലാക്കി അടച്ച്, ഒരു ചെപ്പിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൃത്യമായിട്ട് 10 ഭാഗം ആക്കിയിട്ട് അത് കഴിക്കുക. രാവിലെ പുറത്തേക്ക് അത് കഴിക്കേണ്ട അളവ് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുവ് മാറുമ്പോൾ കഴിക്കുക. രാവിലെ വെറും വയറ്റിൽ അങ്ങനെ ചെയ്താൽ മതി. 5 കുരുമുളക് കണ്ട, 5 മുക്കുറ്റി എടുക്കുമ്പോൾ 5 കുരുമുളക് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി കൊണ്ട് അരയ്ക്കണം കേട്ടോ. നന്നായി അരയ്ക്കുക. ഇനി മുക്കുറ്റി കിട്ടാത്ത ആളുകളുണ്ടാവും. പറമ്പുകളിൽ നിന്ന് കിട്ടണതേ നമുക്ക് എടുക്കാൻ പറ്റില്ല. റോഡ് സൈഡിൽ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അത് കാരണം കൊണ്ട് പറമ്പുകളിൽ നിന്ന് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് SBMൻ്റെ മുക്കുറ്റി ലേഹ്യം വാങ്ങിച്ച് കഴിച്ചാൽ മതി. അത് ഈ മുക്കുറ്റിയും കുരുമുളകും അരച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഗുണമുണ്ടാകും. കാരണം അതിൽ വേറെയും കുറേ മരുന്നുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ചില ആളുകൾ മാറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ നമുക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. വോയിസൊക്കെ ചിലവർക്കൊന്നും പറയാൻ പറ്റണില്ല. ഇത്ര കാലം അനുഭവിച്ചോടോ സാധനം, ഇത്ര വർഷത്തെത്തിയ ഇത് മാറിയേണ്ട സന്തോഷത്തിലേ. പക്ഷേ അതേപോലെ തന്നെ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്കിത് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ കാശ് പോയി, ഒരു കാര്യമില്ല മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജുകൾ വരാറുണ്ട് അപൂർവട്ടാ. അപ്പം മാറാത്തവരുമുണ്ട് ഈ മുക്കുറ്റി ലേഹ്യം കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ SBMലേക്ക് തന്നെ വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് മരുന്ന് തന്നു, അത് കഴിച്ചിട്ട് ഒരു കുറവും ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് പിന്നെ വീണ്ടും അത് തന്നെ കഴിച്ചുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. അത് തുടർന്ന് കഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്കൊക്കെ ആയിരിക്കും. 1 മാസം അടുപ്പിച്ച് കഴിച്ചിട്ടും അതുകൊണ്ട് ഒരു കുറവും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഫലിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേറെ എന്താണ് അതിൻ്റെ പേര് ഈശ്വരാ, വേറൊരു മരുന്നുണ്ട് ഇത് ഫലിക്കാത്തവർക്കുള്ളത്. അപ്പോൾ എന്ത് രോഗത്തിൻ്റെ ആയാലും മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കൽ നിർത്തിയിട്ട് കാശ് പോയി അത് പോയി ഇത് പോയി എന്ന് പറഞ്ഞിട്ട് പരാതി പറയാണ്ട് അവിടേക്ക് തന്നെ പോയിട്ട് പറയാം വിവരം. നന്നായി അരയ്ക്കുന്നു കേട്ടോ. കാരണം ഇത് വിഴുങ്ങാളതല്ലേ. ഇതേ അമ്മീന്ന് വെള്ളമുള്ള കാരണേ, ഇതുമ്പലും വെള്ളമുള്ള കാരണം കൊണ്ട് ഇത്തിരി അത്ര കട്ടിയിലല്ല വന്നേക്കണം. വീണാ ചാർലല്ല ഇമ്രാനാണ്. ചാർലി അത് മിലിക്ക് കയറില്ല. വേണോ ജഗുനിത് ഓർമ്മകളായി വിറക്കാം. ഇത് കഴിച്ച് കാണിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക്. പായോ കഴിക്കാനായിട്ടൊരാൾ വേണം. ഞാൻ കഴിക്കാം. അപ്പോൾ ഇത് കഴിക്കുന്നുട്ടാ. ഞാനേ ഈ സരിതിക്ക് അലർജി ഉണ്ടായിരുന്നല്ലോ, ഒരു ലോഡ് മോസിങ് എന്ന് പറഞ്ഞ MOZING എന്ന് പറഞ്ഞ ഗുളിക അത്രയ്ക്കധികം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സരിതിക്ക് ഈ അലർജിയുടെ മാറാനായിട്ട്. ഈ തുമ്മൽ മോക്കും തൊണ്ടയൊക്കെ ചൊറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അപ്പം പോയി മോസിങ് വാങ്ങിച്ചുകൊണ്ടിരും. 10 വാങ്ങിച്ചുകൊണ്ടിരും. ഇപ്പം മോസിങ് കഴിച്ചിട്ട് എത്രയോ നാളുകളായില്ലേ, നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാനിത് സരിതര ഇത് വാങ്ങിച്ചു കഴിക്കുകയാണ്. ഇതിങ്ങനെയല്ല കേട്ടോ, ശരിക്കും വെള്ളം ആ മീമെന്ന വെള്ളമാണ് ഉരുളായിട്ടിരിക്കും. ഇതൊരു അപകടകാരിയല്ല. ജഗു കഴിച്ചിട്ടുണ്ട്, കിഡ്നിക്കും ഇതിനും ഒരു ചുക്കും സംഭവിക്കില്ല. അല്ല ഒരു രസക്കുറവുണ്ട്, എനിക്കിത് കഴിക്കണമെന്നില്ല. നീ ഇത്ര ദിവസം കഴിച്ചോടുന്ന ആളല്ലടാ. അച്ഛനൊരു ഡെമോ മാത്രം ഒരൊറ്റ തവണ ഡെമോ കാണിക്കാൻ ഞാൻ ഡെമോ കാറാണ്. ഗ്ലാസ്സിൽ വെള്ളവും കൂടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുക. എന്നിട്ട് ആ ഉരുള വായിലിട്ട് കൊടുക്കും, വെള്ളം ഒഴിച്ച് ഇറക്കും. അങ്ങനെയല്ലേ ജഗ്ഗു കഴിക്കാറ്? പിന്നെ കുഞ്ഞു കിടാങ്ങളാണെങ്കിൽ ഈ 5 മുക്കുറ്റി 5 കുരുമുളക് വേണ്ട. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു 3 മുക്കുറ്റിയും 3 കുരുമുളക് മതി. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഈ അളവിൽ കുറയ്ക്കാം കേട്ടാ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതൊന്നുമല്ല. പിന്നെ വർഷക്കാലത്തൊരു തുടക്കമായതുകൊണ്ട് നമ്മൾ ഇത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കഴിഞ്ഞ വർഷം കഴിച്ചവർ വേണമെങ്കിൽ ഈ വർഷവും കഴിച്ചോ.
ഒരു കുഴപ്പമില്ല. ഇപ്പൊ 2 കൊല്ലം കഴിച്ചു ജഗ്ഗു. ഇപ്പൊ വേറെ യാതൊരു വക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അഡിനോയിഡിന്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ജഗ്ഗുവിന്റെ അഡിനോയിഡ് മാറിയപ്പോ നമ്മുടെ കൺമണീനെ കൊണ്ട് പ്രീതീഷ് എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഉണ്ട് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പ്രീതീഷ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല അടിപൊളിയാണ്. അപ്പോൾ കൺമണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ കുത്തി 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 ചുമ, ഈ അലർജിയുടെ. പിന്നെ രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ അവൾക്ക് ശ്വാസമുള്ള ആ ഒരു കൂർക്കമലി പോലെ ജഗ്ഗുവിൻ്റെ പോലെ തന്നെ. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ESBMൻ്റെ കാര്യം ചേച്ചിയുടെ അടുത്ത്. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശ്രീദേവി ഡോക്ടർ അവിടേക്ക്. എന്നിട്ട് അവളുടെ മാറി കൺമണിയുടെ. ഇനി പറയാൻ വന്നേക്കണം മരുന്ന് ഏതെന്നറിയോ? ഇതൊരു സൂപ്പർ സാധനമാണ് കേട്ടോ. ഇത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചേട്ടനെ എന്തിട്ടേലൊക്കെ നിലത്തുനിന്ന് കോരുമ്പോഴൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കുമ്പിടില്ല. ഇതിങ്ങനെ ഓടി ഇങ്ങനെ പൂവായിട്ട് പോകുമ്പോൾ നമ്മൾ പൂ പൊട്ടിക്കണം. ഇപ്പൊ പൊട്ടിക്കുന്നുണ്ട്. അല്ല പൊട്ടിക്കില്ല, അല്ല ഇപ്പൊ പൊട്ടിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോഴേ നോക്കിയേ ഇത് പൊട്ടിക്കാൻ ഇതിങ്ങനെ ഒരു പിടുത്തം വരും. പിന്നെ നമ്മളിതിങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചേട്ടൻ കുമ്പിടുന്നുണ്ട്, പക്ഷെ ഇതിങ്ങനെ അതന്നെ ഇങ്ങനെ ഒരു ഇരിക്കണ പോലെ ഇങ്ങനെ ചെയ്തിട്ടാണ് ഓരോന്ന് എടുക്കണത്. അതുപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നിലത്താണല്ലോ ഇരിക്കുക. 3-4 ദിവസം മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഈ കിണ്ണം കൂട്ടാനും ഇതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഇരിക്കാണ്ട് ഒരു പ്രത്യേക തരത്തിലാണ് ഇരിക്കണേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് ശ്രദ്ധിക്കണം. കുമ്പിടുമ്പോഴൊക്കെ മാങ്ങ പറക്കാനൊക്കെ കുമ്പിടുമ്പോഴും ഒക്കെ ചിലപ്പോൾ വീഡിയോകളിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അയ്യോ ഈ മുരിങ്ങേര കുമ്പിടിഞ്ഞൂലേ. എന്നിട്ട് അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇരിക്കാനാ കുമ്പിടാനൊക്കെ വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് ഒരു പിടുത്തം. എന്നാൽ തണ്ടൽ വേദനയോ വേറെ ഇതുകളൊന്നുമില്ല, ഇങ്ങനെ കുമ്പിടുമ്പോൾ ഒരു ചെറിയ ഇവിടെ ഒരു ബലം പോലെ, ഇവിടെ ഒരു പിടുത്തം പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിക്കും കൂടിയും ചെയ്തപ്പോൾ ചേട്ടനൊരു പേടി. ചിലപ്പോൾ അങ്ങനത്തെ വല്ല നമുക്ക് നട്ടലിങ്ങനെ വടി പോലെയൊക്കെ ആവില്ലേ, സ്റ്റിഫായ പോലെ അതുപോലെ ആവില്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്ത ബിനുവിനില്ലേ, നമ്മുടെ കളരി ഗുരുക്കളുണ്ടല്ലോ, അവന് വിളിച്ചപ്പോ അവിടെ ഒഴിച്ചിലൊക്കെ ചെയ്യണല്ലോ, അപ്പൊ വല്ല പിടിച്ചിടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ചോദിച്ചു. അപ്പൊ അവന് വിളിച്ചപ്പോ അവൻ പറഞ്ഞു വയറിളക്കാറുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു 3-4 കൊല്ലം മുമ്പാണ് വയറിളക്കി. അന്നൊരു പേടി സ്വപ്നമായിരുന്നു. അന്ന് ഗുളിക കഴിച്ചിട്ട് പിന്നെ ഛർദ്ദിക്കാനും ഇതിനും ഒക്കെ വരലും. പിന്നെ നമ്മൾ ഈ അവിടെ കിടന്നുറങ്ങണ്ടാവുന്നു. അവിടെ തന്നെ ഒരു തുണി വിരിച്ചിട്ട് എടുക്കണു, ഡോറൊക്കെ തുറന്നിട്ടിട്ട്. കാരണം ഇറങ്ങാ ഇതന്നെ പണി. അനിയൻ ബാവ ചേട്ടൻ ബാവയിലത്തെ പോലെ രാമദാസ് എന്ന ആളെ പേരുന്ന രാമദാസാ, എനിക്കല്ലടാ ഗുളിക കഴിക്കേണ്ടത്. മറ്റേ പറവൂപരത്തിന്റെ അച്ഛൻ എപ്പോഴും ഫുൾ ടൈം ഇതിലേക്ക് പോണത് കണ്ടില്ലേ, വയറിളക്കാനുള്ള ഗുളിക പറവൂപരത്തിന് കൊടുക്കേണ്ട സാധനം അച്ചാച്ചന് കൊടുത്തു. ഞാനിന്നാള് ദിവസം കഴിച്ചു വായൽ നിറച്ച് പൊളങ്ങൾ വരണ പോലെ. അപ്പോൾ നമുക്ക് ദഹനം കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സൈൻ വായലാണല്ലോ കാണിക്കുക. വായൽ പൊളങ്ങൾ അല്ലെങ്കിൽ തൊലി പോവുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരില്ല. അപ്പോൾ എനിക്കത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തോന്നിയപ്പോൾ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ മരുന്ന് ചോദിച്ചു. എനിക്ക് പക്ഷെ ഛർദി വന്നു. രാത്രി 2 മണി, രാത്രി കഴിച്ചിട്ട് കിടക്കുക, പിറ്റേ ദിവസം രാവിലെ പോവും അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു 2 മണിക്ക് വേണ്ടിയിട്ട് ഛർദിയും ഒപ്പം ഈ വയറിളക്കും. അങ്ങനെയിട്ട് ആകെ തവിട് പൊടി ആശുപത്രി കൊണ്ടുപോണ്ടി വരും. പക്ഷെ മാറി. അപ്പൊ പിന്നെ ബിനു പറഞ്ഞു വയറിളക്കണം എന്ന് പറഞ്ഞു. നിനക്ക് ഈ തണ്ടലിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കുറെ വയറിളക്കി കഴിഞ്ഞാൽ മാറും അതിന്റെ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഈ കൃഷ്ണനോടെ പോയിട്ട് മറ്റേ ആയുർവേദ കടയിൽ നിന്ന് ഒരു ഗുളിക വാങ്ങിച്ചു കൊടുന്നു. എന്നിട്ടാണ് ശ്രീദേവി ഡോക്ടറെ വിളിച്ചപ്പോഴാണ് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ചേട്ടൻ കഴിക്കാൻ പേടി. അന്നത്തെ ഓർമ്മയുള്ള കാരണം കൊണ്ട്. കാരണം അന്ന് ചേട്ടൻ ഇങ്ങനെ തളർന്നു പോയി പാലേക്കുമ്പോ ചിരി വരാം. അന്ന് എനിക്കും പേടിയായിട്ടാ. കാരണം ഈ ഇറങ്ങലും കയറലായിട്ട് നിന്നിട്ട് മനുഷ്യൻ ഡോർ അടക്കണില്ല. ഞാൻ ചോദിച്ചു പറയാ അതൊന്നും തുറക്കാനുള്ള സാവകാശം കിട്ടില്ല, വേറെ തുറന്നിട്ടിട്ടാണ് കിടന്നുടനെ റൂമിൽ. ശ്രീദേവി ഡോക്ടർ അപ്പൊ ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഉദരശുദ്ധി ലേഹ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തുകൊണ്ടിരുന്ന മരുന്ന്. ഇപ്പം ഇതിൻ്റെ പേര് ഇതിപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഓൺലൈനിലൊന്നും ഇത് ഇതുവരെ കിട്ടുമായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഇതിന് അവർക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടേ. ഇതുവരെ അവിടെ കെടുത്തി ചികിത്സയുള്ള രോഗികൾക്കും അവിടെ വരുന്ന പേഷ്യൻസിനും കൊടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ പുറമേക്ക് വിൽപ്പനയ്ക്കാണെങ്കിൽ ഓൺലൈനിൽ അവർ വെബ്സൈറ്റിലൊക്കെ വെച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ ഒരു ലൈസൻസ് വേണം. ആ ലൈസൻസ് അതിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേര് EC2 എന്നാണ്. അപ്പോൾ ഞാൻ ഡോക്ടർക്ക് ഇങ്ങനെ ഇത്ര നല്ല പേര് കിട്ടണം, EC2, ഈസി ആയിട്ട് 2-ന് പോവാം. അതാണ് EC2. അപ്പോൾ ആരും ഈ മരുന്നിൻ്റെ പേര് മറക്കില്ല. അപ്പോൾ അത്
ഇത് കഴിച്ചാൽ മതി അജു എന്ന് പറഞ്ഞു. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നല്ല ക്ലീനായിട്ട് അങ്ങോട്ട് രാവിലെ പോവുകയും ചെയ്യും. ഇതിന് ഒരു സ്പൂൺ ബോൾ പോലെയാക്കിയിട്ട് കഴിക്കാൻ പറ്റില്ല, ലേഹിയാണത്. കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെള്ളമൊഴിച്ച് അതിനെ ഇറക്കിയാൽ മതി പറഞ്ഞിട്ട് ഒറ്റ കഴിച്ചിട്ടുള്ളൂ കേട്ടോ, അന്ന് മാത്രം. പിറ്റേ ദിവസം രാവിലെ ഒരു നമുക്ക് വേറെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 2 പ്രാവശ്യം രാവിലെ പോയി രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കണം. ചിലവർക്ക് അത് വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ ചേട്ടൻ ആ പിടുത്തം പോയി. പക്ഷെ ചെറുതായിട്ട് പക്ഷെ ഡോക്ടർ പറഞ്ഞ ശ്രീദേവി ഡോക്ടർക്ക് വിളിച്ചപ്പോ പറഞ്ഞത് അല്ല എന്തിപ്പോ എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പൊ കഞ്ഞി കൊണ്ടിട്ട് വീണ്ടും ഇരിക്കാനായിട്ട് നമ്മള് TV കണ്ടിട്ടാണല്ലോ ഇരിക്കുക. ആ TV അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിരിക്കില്ല. അപ്പോൾ പറ്റാണ്ടായി. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നല്ല ഫ്രീ ആയി. അപ്പൊ വയസ്സാവല്ലേ അങ്ങനെ വിചാരിച്ചു നമ്മള്. അപ്പോ ഈ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, അങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോവാണ് ഹോസ്പിറ്റലിലേക്ക്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഇവിടെ പരറ്റാനായിട്ടുള്ള ഒരു മരുന്ന് കൂടി ഡോക്ടർ തരാമെന്ന് പറഞ്ഞു. ഇത് മാത്രം കഴിച്ചുകൊണ്ട് വയറിളക്കിയോണ്ട് മാത്രം ആ പിടുത്തം പോവില്ല. എന്റെ പിടുത്തോട്ടാ അത് വയറിളക്കാനായിട്ട് നമ്മൾ വയറ് ശുദ്ധീകരിക്കാനായിട്ട് ഇത് മതി. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കില്ലേ, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അങ്ങനെ ഹെവി ഫുഡ്. ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് നല്ല അടിച്ച് വീക്കി അങ്ങനെ കുതിരിക്കണ്ട പോവാല്ലേ, എനിക്ക് കടിക്കണ പോലെ തോന്നിയിട്ട് അടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ വയറിന് ഭയങ്കര സ്തംഭനം പോലെ അങ്ങനെയൊക്കെ വരില്ല. പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ സ്ഥിരം ഈ വയറിളക്കാനുള്ള ഗുളിക കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇത് സ്ഥിരം കഴിക്കാനായിട്ട് പറ്റുന്ന മരുന്ന്. കണ്ട ഇത് എന്തോരാ, ഞാൻ ചോദിച്ചു വല്ലപ്പോഴും വയറിളക്കാനായിട്ടൊക്കെ ഇത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതങ്ങനെയല്ല, ഇത് വേണമെങ്കിൽ എല്ലാ ആഴ്ചയിലും കഴിക്കുന്നവർക്ക് കഴിക്കാം, ഈ ചെറിയ കുട്ടികൾ കഴിക്കുക. അതായത് ഇവനൊക്കെ ജഗ്ഗു ചെറുതായിരുന്ന സമയത്ത് ജഗ്ഗുവിന് അപ്പിടാൻ ഇഷ്ടമില്ല, ഭയങ്കര അറപ്പാ. ഇവനെ ചില സമയത്ത് കളിച്ചോണ്ടിരിക്കില്ല, ഇവനെ കാണില്ല, അവൻ ചിരിക്കുക. ഇവനെ കാണില്ല കേട്ടോ, ഏതെങ്കിലും റൂമിൻ്റെ മുക്കിൽ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓർമ്മയുണ്ടാ? അങ്ങനെ പണിയിരുന്നു ഇവനെ കൊണ്ട് അപ്പിടിപ്പിക്കാനായിട്ട്. ഇത്തിരി വലുതായ പിന്നെ കേട്ടാ ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞ് തന്നെ നടക്കലൊക്കെ തുടങ്ങിയില്ല. അതിന് ശേഷം നമ്മളോട് പറയില്ല അപ്പിടാൻ മുട്ടുള്ളൂ. ചെറിയ കുട്ടികൾക്ക് പോലും സേഫ് ആണ്. പിന്നെ പൈൽസ് ഉള്ളവര് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മലബന്ധാണല്ലോ. കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വരുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് സ്റ്റാഫൊക്കെ ചോദിക്കുക പറഞ്ഞ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇട്ടിട്ട് വന്നതാണോ? അല്ല, ഞാൻ വന്നപ്പോ ഡോക്ടറാണ്ടോ ഞാൻ ടീ കളർ ഉണ്ടപ്പോ അജും കൂടി ഷർട്ട് ഇട്ട ഗംഭീരായിരുന്നു. ചേട്ടൻ ടീ കളറ്. നിങ്ങൾ വരുന്നറിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പേര് നിങ്ങളെ കാണാനിരിക്കുന്നുണ്ട്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, ആരാധകരൊക്കെ. ഇപ്പൊ ഉദരശുദ്ധി ലേഹ്യം എനിക്ക് എപ്പോഴും ആയാലും ഉദരശുദ്ധിന്നേ വരുള്ളൂ. നമുക്കതിന് EC2 എന്നാണ് നമുക്ക് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസമാണ് ലൈസൻസ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ബുധനാഴ്ചയാണ് കേട്ടോ വെബ്സൈറ്റിൽ അത് ആഡ് ചെയ്യാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ ഓൾറെഡി ലൈസൻസ് ഉണ്ട് അതിന്, ഇവിടെ കേരളത്തിലെ ലൈസൻസും കിട്ടി. അപ്പോൾ അതിന് മുമ്പാണ്, ലൈസൻസ് കിട്ടുന്നതിന് മുമ്പാണ് അജുന് തന്നത്. അപ്പൊ നമുക്കത് ഉപയോഗിച്ച് നല്ല ഗുണമുണ്ടെന്ന് കണ്ടത് കൊണ്ടാണ് നമ്മളത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതും ഇങ്ങോട്ട് വന്നതും. പിന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിയുമ്പോഴേക്കും അറിയാം, 2 ദിവസം കൊണ്ട് വ്യത്യാസം അറിയാം. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഗുണം ഉണ്ടെങ്കിലും ഗുണം ഉണ്ടായില്ലെങ്കിലും ഞാനത് പറയാട്ടോ. അതെന്തായാലും ഗുണം ഉണ്ടാവും. ഉപയോഗിച്ച ആളുകൾക്ക് 99% ആളുകൾക്കും അത് ഗുണമുണ്ട്. ചില മരുന്നുകൾ അങ്ങനെയാണ്. പലരും നമ്മളോട് ചോദിക്കും നിങ്ങളിങ്ങനെ ചില എല്ലാവർക്കും മാറും, എല്ലാവർക്കും ഒരു മരുന്ന് എന്തായാലും മാറില്ല. പക്ഷെ ചില മരുന്നുകൾ 95% പേർക്കും ഗുണമുണ്ടാവും. ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ആയുർവേദത്തിലെ ടെക്സ്റ്റുകളൊക്കെ വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം അതുപോലെ എല്ലാ തരത്തിലുള്ള വാദങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞ് കുറേ കഷായങ്ങൾ യോഗങ്ങളൊക്കെ കാണും. അതൊക്കെ തന്നെ ഒരു 90% ആളുകൾക്കും റിസൾട്ട് ഉണ്ടാവുന്ന പ്രോഡക്ട്സ് ആണ്, ഏത് പ്രകൃതാണെങ്കിലും. അതുപോലെയാണ് ഇതിപ്പോൾ ഉപയോഗിക്കുമ്പോൾ കാണാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ വയറിളക്കാനുള്ള ഒരു മരുന്നല്ല കേട്ടോ. ആദ്യം മരുന്ന് എടുത്തിട്ട് നമ്മുടെ 124ാമത്തെ പ്രോഡക്റ്റാണ് കേട്ടോ ശരിക്കും ഇത്. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ നിന്ന് നമ്മൾ അന്ന് തന്നപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ് തന്നിരുന്നത്. അറിയാലോ, ഇപ്പൊ നമ്മൾ അത് അയച്ചു കൊടുക്കാനും കൂടി ഉദ്ദേശിച്ചിട്ട് അത് ഇങ്ങനത്തെ ജാറിലേക്ക് മാറ്റിയതാണ്. ലൈസൻസ് കിട്ടിയപ്പോൾ ഇങ്ങനെ മാറ്റിയതാണ് അത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദഹന പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം,
അതുപോലെ തന്നെ വിശപ്പില്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാം. ഞാനതാ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു തരുന്നു പറഞ്ഞല്ലോ. ഡോക്ടർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. സ്ഥിരം ശനിയാഴ്ച ഉപയോഗിക്കും. എല്ലാ ശനിയാഴ്ചയും പോയി പിസ്സ കഴിക്കും. എന്നിട്ട് ഇത് ഒരു സ്പൂൺ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ വയറ് ക്ലീൻ ആക്കും. അത് എല്ലാ തരത്തിലുള്ള ഇതുപോലെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുക, അതുപോലെ കല്യാണങ്ങൾക്ക് പരിപാടികൾക്കൊക്കെ പോയിട്ട് അമിതമായി ഭക്ഷണം കഴിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ ട്രോളൊക്കെ കണ്ടിട്ടുണ്ട്. പൊറോട്ടയും ബീഫും നന്നായിട്ട് കഴിച്ചതിന് ശേഷം പിറ്റേന്നുള്ള പ്രഭാതം എന്ന് പറഞ്ഞിട്ട് ചില ആള് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടുള്ള. അതെ അതെ. അപ്പൊ ഈ ഇങ്ങനെ മലബന്ധമാണ്. വയറ് ശരിയായി കഴിഞ്ഞാൽ മുക്കാലും ശരിയായി, അല്ല 90% ശരിയായി. അപ്പൊ കുറെ ആളുകൾക്ക് വയറുവേദന, തലവേദന, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിൻ അലർജീസ് വരും, വരിക്കോസ് വെയിൻ വരും, പൈൽസ് വരും. ഇതിന്റെ ഒക്കെ പുറമെ ഈ കൃത്യമായ ശോധനയില്ലായ്മയുണ്ട്. അപ്പൊ സാധാരണ ഇപ്പൊ വയറിളക്കാനുള്ള മരുന്നുകൾ കഴിച്ചാൽ എന്തായും പിറ്റേ ദിവസം പജുനുണ്ടായ പോലെ പ്രവാഹം, ഉച്ചവരെ പ്രവാഹം, അത് കഴിഞ്ഞ് വയ്യാണ്ടാവും, ക്ഷീണം, ഇതൊന്നുമില്ല. ഇത് കഴിച്ചിപ്പോൾ അറിയാലോ, അജുനറിയാലോ, രാത്രി 1 ടീസ്പൂണാണ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ചൂടുവെള്ളം കുടിച്ചാൽ 2-3 തവണ വയറ്റിൽ നിന്ന് പോവും, ക്ലീൻ ആവും. അപ്പം ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും, ചെറിയ കുട്ടികളുണ്ടല്ലോ കളിക്കുന്ന ഭ്രമത്തിലൊക്കെ അവർ ടോയ്ലറ്റിൽ പോകാൻ കൂട്ടാക്കില്ല. അതല്ലെങ്കിൽ തന്നെയും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, കുട്ടികൾ ടോയ്ലറ്റിൽ പോകാണ്ടുള്ള ഒരു പ്രശ്നം. അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നീട് ഈ മലബന്ധം കൊണ്ട് പൈൽസ് ഉണ്ടാവും, വെരിക്കോസ് വെയിൻ ഉണ്ടാവും, പിന്നെ അലർജികൾ ഉണ്ടാവും, അൾസർ ഉണ്ടാവും. അതൊക്കെ നല്ല സുഖമാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേ മരുന്ന് കൊടുത്ത്. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പൊറോട്ട പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം പോവില്ല, അത് അവിടെ കെട്ടി നിൽക്കും. അപ്പം അതുകൊണ്ടാണ് ഇത് കഴിച്ച് ശുദ്ധിയാക്കുന്നത് വളരെ നല്ലത്, വളരെ സേഫാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ത്രിഫലയും ഇരട്ടി മധുരവും അതിൻ്റെ നിർമ്മാണ രീതിയാണ് അതിൻ്റെ പ്രത്യേകത. ഒരു പ്രാവശ്യം കഷായം ഉണ്ടാക്കി വറ്റിക്കും, അത് കഴിഞ്ഞാൽ അതിൽ അത്ര തന്നെ കഷായം വീണ്ടും ചേർക്കും, അത് വീണ്ടും വറ്റിക്കും. അങ്ങനെ വറ്റിച്ചുണ്ടാക്കുന്ന ലേഹ്യാണത്. കഴിക്കുമ്പോൾ അറിയാതെ. അപ്പം അതുകൊണ്ട് സേഫാണ്, കണ്ണിന് വളരെ നല്ലതാണ്, തൈറോയിഡ് പേഷ്യൻസിന് വളരെ നല്ലതാണ്, പിന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. അവർക്ക് പൊതുവേ ഒരു മലബന്ധം ഉണ്ടാവും. അപ്പം ഇതിൽ തേൻ്റെ അംശമുണ്ട്, എന്നാലും ഇതിന് വളരെ കുറച്ച്. അതെ അതെ. നമ്മളിപ്പോൾ ഒരു 3 ഗ്രാമൊക്കെ 4 ഗ്രാമേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ആ 4-5 ഗ്രാം കഴിക്കുമ്പോൾ അതിൽ 1 ഗ്രാം പോലും ഈ തേൻ്റെ ശർക്കരയുടെ അംശം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം അമ്മയ്ക്ക് കഴിക്കുമ്പോൾ അറിയാം, അമ്മയ്ക്ക് വയറിങ്ങനെ വീർത്തു നിൽക്കുക, ഉരുണ്ടുകൂടി നിൽക്കുക, അങ്ങനത്തെ പ്രശ്നമൊക്കെ. അത് നോക്കിക്കോ, പിറ്റേ ദിവസം അമ്മ പറയും 1 ടീസ്പൂൺ ഫുൾ കഴിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, പറയാം. നമുക്ക് ഇത്രയും കൊല്ലങ്ങളായിട്ട് കൊടുക്കണോണ്ട് അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവര് കുറച്ച് പേര് നിങ്ങളുടെ ഫോളോവേഴ്സ് ആണ്. സമയം ഉണ്ടെങ്കിൽ അവരോടൊത്തൊന്ന് സംസാരിക്കും. അലർജി ആയിരുന്നു. അപ്പോ കാലുവേദന ആദ്യം ഉണ്ടായിരുന്നു, അത് മുറിവെണ്ണ വെട്ടി മാറി. പിന്നെ 1 മാസം മുമ്പ് ഈ അലർജിയുടെ അസുഖം വന്ന് ഈ മുക്കുത്തിയിലേക്ക് കഴിച്ചിട്ട് അതും സുഖമായി. ഇപ്പൊ ആദ്യം ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അതെ. കാലിങ്ങനെ ഒരു കുളത്തി പിടിച്ച പോലെ വേദന നിൽക്കുന്നു പെട്ടെന്ന്. ചിലപ്പോൾ നമുക്ക് കാലൊന്നും നീർത്താനും മടക്കാനും ഒന്നും പറ്റില്ല. പക്ഷെ ഈ വെറും എല്ലാ വേറെ സ്ഥലത്തു നിന്നൊക്കെ ഓരോ മരുന്നുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മുറിവെണ്ണ വെറുതെ ചൂടാക്കി പരട്ടിയതോട് കൂടി തന്നെ ഇപ്പൊ പ്രശ്നമേ ഇല്ല. എവിടെ വീട്? മുറിവെണ്ണ പല സ്ഥലത്തുനിന്നും നമ്മൾ വാങ്ങിയില്ലേ, പക്ഷെ ഇതുപോലെ മുറിവെണ്ണയുടെ ഒരു ഗുണം അറിയണത് ഇപ്പോഴല്ലേ. ഇതൊന്നും നമ്മൾ പറയിപ്പിക്കണതല്ല അനുഭവത്തിന്ന് പറയണതാണിത്. അത് രത്നമ്മ ഞങ്ങളുടെ ആദ്യം തൊട്ട് വീട്ടില് സഹായിയായിരുന്നു ആള്. ആളുടെ മോളാണ് സരസ്വതി. ആൾക്ക് മുട്ടുവേദന വന്നിട്ട് നമ്മുടെ അടുത്ത് വരാതെ വരുമ്പോ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യും മുട്ടില്. അവസാനം അവര് പറഞ്ഞു ഇനി മുട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ അടുത്ത് വന്ന് ഇവിടെ നമ്മൾ മുട്ടിനെ കെട്ടി, നമ്മുടെ ഇവിടെ ഒരു പ്രത്യേക കെട്ടുണ്ട്, മുട്ടു കെട്ടി വിടുന്ന ഒരു പരിപാടിയുണ്ട്. അതിന്റെ ഒരു കഷായവും ഒരു തൈലവും കൊടുക്കും, കഴിക്കാൻ ടാബ്ലറ്റും കൊടുക്കും, മുട്ടു കെട്ടി വിടും. രത്നമ്മയ്ക്ക് എത്ര പ്രാവശ്യം മുട്ട് കെട്ടി? നമ്മള് 7-8 പ്രാവശ്യം. സാധാരണ 5 പ്രാവശ്യമൊക്കെ കെട്ടിയാൽ മതി കേട്ടോ, അപ്പോഴേക്കും മുട്ടുവേദന മാറും. മുട്ട് മാറ്റി വെക്കണം എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഒന്ന് വന്നിരിക്കണത് കാരണം ഇത് പറയാൻ വേണ്ടിട്ട് വന്നതാണോ നമ്മളോട്? അതല്ല, പിന്നെന്താണ് പിന്നെന്തിനൊക്കെയോ എനിക്കറിയില്ല കേട്ടോ. പിന്നെന്താണ് ഇന്നപ്പോ വന്നത്? അത് ഭാര്യന്ന് പറയാൻ വേണ്ടി വന്നതാണ്. മുട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. 5-6 ലക്ഷം ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട, ചിലർന്നൊക്കെ പറഞ്ഞു മുട്ട് മാറ്റി വെച്ചാൽ കുഴപ്പമുണ്ട്, ആയുർവേദം കാണിച്ച് മരുന്ന് കഴിച്ചാൽ മതി.
അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ മരുന്നൊക്കെ കഴിച്ചു. ഇത്ര വർഷം ഇവിടെ ഡോക്ടറെ പരിചയം ഉണ്ടായിട്ട് ഇവിടെ വരാൻ തോന്നിയില്ല അല്ലെ? അതല്ലറിയോ, അവർ കുറെ വീടുകളിൽ ജോലി ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങോട്ട് വന്ന ആയുർവേദല്ലേ കുറെ സമയം എടുക്കും എന്നാണ് ആളുടെ വിചാരം. പൈസ നമ്മളാള് നമ്മുടെ സ്വന്തല്ലേ. പക്ഷെ പോയി അപ്പൊ തന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ആള് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുത്താൽ പെട്ടെന്ന് തന്നെ മാറുമല്ലോ. അതുപോലെ ഇത് മാറില്ലല്ലോ. കാരണം അങ്ങനെ വിട്ടു. പിന്നെ ലാസ്റ്റ് ഒടുവ് ഇങ്ങനെ ആയപ്പോ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം മാറി. മുട്ട് മരുന്ന് കഷായം ഗുളികൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പൊ നല്ലോണം നടക്കാൻ പറ്റും, കോണി കയറാൻ പറ്റും, ഓടാൻ പറ്റും, ചാടും. ഒന്നും ചെയ്യാൻ പറ്റില്ല. നടക്കണോടത്ത് ഉറുമ്പ് ചാവില്ല. അതുപോലെ ഓരോ അടിയെ വെച്ച് നടക്കുക. ഇപ്പൊ ഇവിടെ വന്ന് മരുന്ന് കഴിച്ചതിന് ശേഷം ഓടിച്ചാടി നടന്നു. ബസ് വരുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഓടിയെത്തും. കാണിക്ക് ഓടി കാണിച്ചു കൊടുത്തോ? കാണിച്ചു കൊടുത്ത കാരണം രത്നമ്മേനെ കുറെ പേർക്ക് അറിയാം. അവർക്ക് എല്ലാവർക്കും അറിയാം രത്നമ്മ ഈ മുട്ടുവേദനയായിട്ട് ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല ജോലിയൊക്കെ നിർത്തി ഇരിപ്പാണെന്നുള്ളത് അറിയാം എല്ലാവർക്കും. മലയാളിയല്ല, ഒരു തമിഴാണ്. കൊറേ വർഷമായി കേരളത്തിലല്ലേ. ഇത് കോയമ്പത്തൂർ പോയി കുറെ മരുന്ന് മോൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് എള്ള് തേമാണായി, ഒന്നും ചെയ്യാൻ പറ്റൂല ആണ് പറഞ്ഞു. കാണിച്ചിട്ട് പോയി. അധികമാകുമ്പോഴല്ല എല്ലാവരും. ആളെനിക്ക് മുന്നേ കണ്ട് പരിചയമില്ല, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ആളുടെ മുഖത്തിന്റെ സന്തോഷവും അതൊക്കെ കാണുമ്പോ അറിയാം ഇപ്പൊ അതൊക്കെ മാറിയതിന്റെ ആ സന്തോഷം. അപ്പൊ ഇവരോട് സംസാരിച്ചു. ഇനി ഇവിടെ കുറച്ചു പേര് ഇരിക്കുന്നുണ്ട്. മോളാണ്. ഭയങ്കര സന്തോഷം തോന്നി അത് പറഞ്ഞപ്പോ. സരസ്വതി അനിയത്തിയുടെ മക്കളാണ് 3 പേരും. മക്കളാണ്. അപ്പോ എന്താ പേര്? അനഘ. അപ്പൊ അനഘനെ പറയും. അനഘയുടെ അനുഭവം പറഞ്ഞോ, എന്തായിരുന്നു പ്രശ്നം? ചെറുപ്പം തൊട്ടിട്ട് ഭയങ്കര ശ്വാസം മുട്ടാണ്. അമ്മ കുറെ ചെറുപ്പത്തിലെ കൊണ്ട് ഓടിയിട്ടൊക്കെ ഉണ്ട് ശ്വാസം മുട്ടായിട്ട്. ഇവിടെ വന്നിട്ട് ജീരം മുക്കുറ്റിലേഹ്യം കഴിച്ചിട്ടാണ് നല്ല കുറവുണ്ട്. അലർജി ഒക്കെ ഉണ്ടായിരുന്നു, തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അപ്പൊ ഭയങ്കര മഴക്കാലത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അതൊക്കെ ഭയങ്കര കുറവുണ്ട് മുക്കുറ്റിലേഹ്യം കഴിച്ചിട്ട്. അപ്പൊ ഇത് ഈ ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് മാറിയപ്പോഴാണോ ആയുർവേദ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം വന്നേ? ആണോ? അല്ലാണ്ട് മുന്നേ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ എന്തിനാ പഠിക്കണേ? ഞാൻ +2 നഴ്സിംഗിന് പോണെന്നായിരുന്നു ആഗ്രഹത്രേ. എവിടെയാ പഠിക്കണേ? ഞാൻ മറ്റേ മോഡൽ ബോയ്സിൽ. അവിടെ. മോളോ? 6ാം ക്ലാസ്സിലേക്ക്. അതിന് അസുഖമൊന്നുമില്ല. കൂടെ വന്നതാ. അപ്പൊ നമ്മുടെ സരസ്വതി ചേച്ചിയുടെ അമ്മേനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ആളുടെ അനിയത്തി അനിയത്തിയുടെ മക്കള്. അനിയത്തിയാണെന്ന് എനിക്ക് പറയാൻ തോന്നണില്ല, ആളെ കാണുമ്പോ അത്രയും ചെറുപ്പം. അനിയത്തിയും അനിയത്തിയുടെ മക്കളുമാണ് കേട്ടത്. അപ്പൊ അനൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഇവിടെ ഇവരില്ലേ? ഇവരുണ്ട്. എൻ്റെ പേര് കുച്ചീത. എനിക്ക് തുമ്മലുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ 1 മാസത്തേക്ക് മരുന്ന് വന്നു നമുക്ക്. അലർജി ഓയിലും പിന്നെ മുക്കുറ്റിയും തലയിലും തന്നിട്ടുള്ളത്. അപ്പോൾ 1 മാസമായിട്ട് 2ാം തവണയാണ് വരുന്നത്. നമ്മൾ കുഴപ്പമില്ല, നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതെ. എവിടെ വീട്? ഇവിടെ അടുത്തുള്ള നമ്മുടെ വീഡിയോ കണ്ടിട്ട് അറിഞ്ഞത്, അല്ലാണ്ട് അറിഞ്ഞിട്ടില്ല. ഇവിടെ അടുത്തായിട്ടും അറിയില്ലായിരുന്നു അല്ലേ? കുറേ പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഇതുണ്ടെന്ന് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ അറിയണേന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായാലും മാറിയല്ലോ. 1 മാസം കഴിച്ചപ്പോഴത്തേക്കും തന്നെ അല്ല 1 മാസം മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും തന്നെ അത് കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട് കേട്ടാ. ഒരു ദിവസം അങ്ങനെ ഇടയ്ക്കിടയ്ക്കിട്ട് വന്നിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാ, എനിക്കും അറിയാം. എനിക്ക് 90% പേർക്ക് പോയിട്ടാ. എന്നാലും ഒരു 10% പേരുണ്ടാവും മാറാത്ത ആൾക്കാരുണ്ടാവും. അവരോട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറയാറുണ്ട്. മാറാത്തവരൊരിക്കലും മരുന്നിനെ കുറ്റം പറട്ടോ, ഡോക്ടറെ കുറ്റം പറട്ടോ, ഹോസ്പിറ്റലിലെ കുറ്റം പറട്ടോ വീട്ടിലിരിക്കരുത്. ഇവിടെ വന്നിട്ട് അത് പറയണം. ഞങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് ഇതുകൊണ്ട് ഗുണമില്ല എന്നുള്ളത് പറയന്നെ വേണം. അതെ, അത് പറഞ്ഞാൽ ലോകത്തിൽ ഒരു മരുന്ന് നിങ്ങൾക്കുണ്ട്. അതെ, ലോകത്തിൽ ഒരു മരുന്നും 100ൽ 100 പേർക്ക് ഫലം ഉണ്ടാവില്ല. പക്ഷെ 100ൽ 90 പേർക്കും ഗുണം ഉണ്ടാവുന്ന ചില മരുന്നുകളുണ്ട് അപൂർവമായിട്ട്. അത്തരം മരുന്നുകൾ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളൂ ഇതുവരെ. അത് മാത്രമേ നമ്മൾ കോൺഫിഡൻസോട് കൂടി പറയുള്ളൂ.
ചുമ കഫക്കെട്ട് കയറ്റ് പല മരുന്നുകളും കഴിച്ചു എന്നിട്ട് ഒരു മാറ്റമില്ല. പിന്നെ SPFനെ പറ്റി നിങ്ങളുടെ ഇത് കണ്ടിട്ടാണ് വീഡിയോ കണ്ടിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ശ്വാസ മുക്കുറ്റിലേക്കും ഇത് കഴിച്ചു 5 ദിവസം ആകുമ്പോഴേക്കും നല്ല മാറ്റമുണ്ട്. പിന്നെ 2 ബോട്ടിൽ ശ്വാസ മുക്കുറ്റിലേക്ക് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഡോക്ടർ നല്ല ഇപ്പം ഇല്ല, എന്നാലും ഒന്ന് ഡോക്ടറെ കാണാൻ വന്നതല്ലേ. എന്താ പേര്? ഷീബ. ഷീബ. എവിടെയാ? അയ്യന്തോട്. അപ്പൊ അടുത്ത ആള് പറഞ്ഞ കേട്ടില്ലേ, അലർജി ഉള്ള ആൾ തന്നെ. ഇനി ഇതോ എന്താ പേര്? ജലദോഷം. കാർത്തിക. കാർത്തിക. ജലദോഷമായിരുന്നു. ഇങ്ങനെ നിൽക്കാം അല്ലേ? അപ്പോൾ ജലദോഷം എപ്പോഴും വരും, അങ്ങനെയാണോ? എപ്പോഴും ഉണ്ട്. അലർജി അല്ല, അലർജി അല്ല, ജലദോഷം. അപ്പോൾ മുക്കുറ്റിയും ശ്വാസയും കഴിച്ചിട്ട് 3 മാസത്തോളം കുറഞ്ഞു, മാറി. സെക്കൻഡ് ടൈം വന്നതാണ് അല്ലേ. എന്താ പേര്? കാർത്തിക. കാർത്തിക. അയ്യോ, ഞാൻ പേര് പറഞ്ഞു. കാർത്തിക, നല്ല പേര്. ഇവര് പറഞ്ഞിട്ട് വന്നതല്ല, ഇവര് ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. ആദ്യമായിട്ട് വന്നതാണോ? എന്താ അസുഖം? അലർജി. അലർജി ആർക്ക്? മോന? കണ്ടോ എന്ത് വസ്ത്രം? എവിടെയപ്പോ വീട്? വളരിയില്ല. അടുത്തുള്ളവർ തന്നെയാ. അപ്പൊ മോൻ എന്താ എത്രയല്ല പഠിക്കുന്നത്? 7. മോൻ അലർജി എന്ന് പറയുമ്പോ എന്തിട്ടാ? തുമ്മല്. കുറെ നാളായിണ്ടാ? ഫസ്റ്റ് ടൈം വരണതാണല്ലേ. അപ്പൊ ഇപ്പൊ മഴക്കാലൊക്കെ ഇപ്പൊ കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കണ്ടവരൊക്കെ ഇവിടുത്തെ മരുന്ന് കഴിച്ചിട്ട് മാറിയിട്ടുള്ളവര് അവരെ അനുഭവം പറഞ്ഞതാണ്. ഇത് ഈ ചേച്ചി ഇതേ വന്നിട്ടുള്ളൂ കേട്ടാ, ഇവിടേക്ക് ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളൂ. അയ്യോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സരസ്വതി എന്ന് പറഞ്ഞോടുന്നില്ലേ, ആ സരസ്വതി ചേച്ചിയാണ് ഇട്ടത്. നമ്മൾ സരസ്വതി ചേച്ചിനെ മുന്നേ കണ്ടിട്ടുണ്ടാവും. മറ്റേ തടി കുറയ്ക്കാനായിട്ട് ഇവിടെ നിൽക്കുന്ന, വെയിറ്റ് കുറയ്ക്കാനൊക്കെ നിൽക്കുന്നവർക്ക് മറ്റേ അതെ വെജിറ്റബിൾസ് കൊണ്ടൊക്കെ ഉള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുടെ കൈപ്പുണ്യൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പം കുറേ ദിവസം ഉണ്ടല്ലോ ഇന്ന്. എന്താ വിശേഷം? സാധാരണ നമുക്കിങ്ങനെ ഇവിടത്തെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ചായയാണ്. ഇന്നേ മഴ പെയ്തോണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ നമുക്ക് ഈ പരിപ്പോടെയും കൂട്ടി അതിന് വേണ്ടിട്ട് അത് പ്രത്യേക ടൈപ്പ് ചായയാണ് കേട്ടാ ഈ കട്ടൻ ചായ, നമ്മുടെ ഹെർബൽ ടീ. അപ്പോൾ ഈ സരസ്വതി ചേച്ചിയുടെ അമ്മേനെയാണ് നമ്മൾ നേരത്തെ താഴെ കണ്ടത്, മുട്ടുവേദനയായിട്ട് കണ്ടത്. അതുപോലെ ആളുടെ അനിയത്തിനെയും മക്കളെയും കണ്ടില്ലേ. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ ഡോക്ടർ റൂമിൽ ഇവിടേക്ക് വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ചേട്ടനിപ്പോൾ തണ്ടല് വേദന എന്ന് പറയാൻ ഒരു പിടുത്തം വന്നിട്ടാണല്ലോ ഈ വയറിളക്കാള മരുന്നും ഇതൊക്കെ ഉണ്ടായതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പം ഇതിന് വയറിളക്കാൻ മാത്രം പോരാ, കുറച്ച് കാര്യങ്ങളും കൂടി വേറെ ചെയ്യാനുണ്ട്, അത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഡോക്ടർ റൂമിലേക്ക് വന്നേട്ടാ. ഇത് നമ്മളായതുകൊണ്ടാണ് പിന്നെ ചേട്ടന് തള്ളവിരലിന് കുറെ നാളായിട്ടൊരു വേദന. അത് വേദന നമ്മളുടെ ചില വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കയ്യുമ്മ കെട്ടായിട്ട് ചേട്ടൻ ഇരിക്കണത്. ബിനുവിന്റെ അവിടെ പോയിട്ട് മരുന്ന് വെച്ച് കെട്ടിയത്, പക്ഷെ മാറുന്നില്ല. അത് മാറുന്നില്ല. അപ്പൊ അതൊരു ആർത്രൈറ്റിസിന്റെ ആയിരിക്കും അല്ലേ, വാദസംബന്ധമായിട്ടുള്ളൊരു സാധനം ആയിരിക്കും അത് തോന്നുന്നു. അപ്പൊ അതിനെ എന്താ ചിരിക്കണം. ഇത് ആദിവാസികളുടെ ഒരു കൂട്ടാണ്, പച്ചമരുന്നുകളാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അരച്ച് തരുന്നതാണ്. ഇതെല്ലാ തരം വേദന, പ്രത്യേകിച്ച് മുട്ടുവേദന, ഇതുപോലത്തെ കൈവേദന, നടുവേദന, എവിടെയും ഇത് അരച്ചു വെച്ച് കെട്ടാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എല്ല് പൊട്ടുന്നതിന്, ലിഗമെന്റിന് പ്രശ്നം, ഏറ്റവും റിസൾട്ട് ലിഗമെന്റൈറ്റിസിനൊക്കെയാണ്. സാധാരണ ഈ മരുന്നാണോ സരസ്വതി ചേച്ചിയുടെ അമ്മയ്ക്ക് മുട്ടിൽ വെച്ച് കെട്ടിയത്? ലിഗമെന്റിനൊക്കെ പ്രശ്നം വന്നാൽ വിതിൻ 2 വീക്സ് ഇത് ശരിയാവും. അപ്പൊ ഇത് എല്ലാവർക്കും അങ്ങനെ കൊടുക്കാനൊന്നും ഉണ്ടാവാത്ത സംഭവം കേട്ടോ. ഡോക്ടർ അതുപോലെ ഡോക്ടർ ഇപ്പൊ നമുക്ക് നേരിട്ട് കൺസൾട്ടേഷൻ ഇരിക്കണം, നമുക്ക് ഈ മരുന്നുകളൊക്കെ പറഞ്ഞു തരുന്നതും നമ്മളായതുകൊണ്ടാണ് കേട്ടോ. മറ്റുള്ളവര് ശ്രീദേവി ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു വന്നാൽ ഒരു രക്ഷയില്ല. ഞാനൊരു സയന്റിസ്റ്റ് ആണ്, സിദ്ധ വൈദ്യ വിദ്യാർത്ഥിനിയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വെച്ച് കുറച്ചെടുക്കാം, ഇതിൽ വെച്ച് ഇത് കുറച്ച് നമ്മളവിടെ നമ്മളെ പലതരം ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടല്ലോ. ഓരോന്നിലും ചില കാര്യങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ ഹോമിയോപ്പതിയിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അതുപോലെ ആദിവാസി വൈദ്യത്തിലുണ്ട്, സിദ്ധ വൈദ്യത്തിലുണ്ട്, ആയുർവേദത്തിലുണ്ട്. ഇതെല്ലാത്തിൽ നിന്നും ഓരോന്നിന്റെയും ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ശുദ്ധ ആയുർവേദം മാത്രമൊന്നുമല്ല, പ്രകൃതി ചികിത്സ നമ്മൾ ഇതിന്റെ കൂടെ അറിയാലോ. ഇത് നമ്മൾ ഇതൊക്കെ സമ്മിശ്രമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ആദിവാസികളുടെ ഒരു രാത്രി കെട്ടിക്കിടക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുണ്ടല്ലോ, ഇതൊരു ലേബാണ്. ഇത് സിദ്ധവൈദ്യത്തിലെ ഒരു ലേബാണ്, ഒരു കുഴമ്പാണ്. ഈ കുഴമ്പ് പുരട്ടിയിടുക.
വേണമെങ്കിൽ തുണിയുമ എന്നെ ചുറ്റി പഞ്ഞി വെച്ചിട്ട് തുണിയുമ ചുറ്റി പകല് ഇതാക്കിയിടാം. വെറുതെ നിങ്ങൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വെറുതെ പരട്ടിയിട്ടാൽ മതി. ഇതിന് മാത്രമല്ല എല്ലാത്തിനും ഉപയോഗിക്കാം. കൈ കഴപ്പ്, കാല് കഴപ്പ്, മുട്ടുവേദന, തണ്ടൽ വേദന, കഴുത്ത് പിടിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റാണ്ട് വരിക, അതിനൊക്കെ ഇത് വരട്ടാം, ഈ സംഗതി വരട്ടാം. ഇപ്പൊ ഈ തണ്ടലിനൊരു പിടുത്തുണ്ടെന്ന് പറഞ്ഞു, അതിനാണ് ഇത് രണ്ടും. അത് പരട്ടിയിടാം. ഇത് അത് അകത്തേക്ക് കഴിക്കാണ്ട് അത് മാറില്ല കേട്ടോ. ആ സംഭവം മാറണമെങ്കിൽ ശരിക്കും വയറിളക്കണം. അതിന് ഇത് കഷായമാണ്. ഈ കഷായം 20 ml കഷായത്തിൽ സമം വെള്ളം ചേർത്ത് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് രാത്രി കഴിക്കുക. പിന്നെ അത് കഴിക്കുമ്പോൾ ഇത് വേണ്ട കേട്ടോ, നമ്മുടെ EC2 ലേഹ്യം, ഉദരശുദ്ധി ലേഹ്യം വേണ്ട. ഇത് കഴിക്കുമ്പോൾ എന്നെ വയറ്റിൽ നിന്ന് കുറച്ച് പോവും, ശരിക്കും ക്ലീൻ ആയിട്ട് പോവും ഇത് രണ്ടും കഴിക്കുമ്പോൾ. ഇത് ഒരാഴ്ച കഴിക്കുമ്പോഴേക്കും ഈ കയ്യിലെ പെയിനും ഇത് മാറിയെങ്കിൽ പിന്നെ വേറെ ആവശ്യമില്ല, നിർത്താം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ EC2 കഴിച്ച് വയറ് ക്ലീൻ ആക്കി വയ്ക്കണം. ഇതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ കിടന്ന് ഉരുളലോ പ്രശ്നമോ ക്ഷീണോ ഛർദിയോ അയ്യോ എനിക്ക് വയറുവേദന എടുത്തിട്ട് ഇങ്ങനെ പമ്പര പോലെ കറങ്ങിയിട്ടുണ്ട് ഒരു ദിവസം. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൊക്കെ എത്തുന്നത്. നമ്മുടെ ദുരനുഭവങ്ങളാണ് നമ്മളെ അതിന് ഈസി ആയിട്ട് വേറെ മരുന്നുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ഡോക്ടർക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുണം. അതെ, ആവട്ടെ. സുഖങ്ങളുള്ള ആൾക്കാരില്ലേ, വയറിന് അസുഖങ്ങളുള്ളവര്, അൾസർ ഉള്ളവർ, പൈൽസ് ഉള്ളവർ, വെരിക്കോസ് വെയിൻ ഉള്ളവർ, തുടർച്ചയായി കുറേ കാലങ്ങളായിട്ട് മലബന്ധമുള്ള ആൾക്കാർ, ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 4-5 ആഴ്ച ഇത് ഈ ഒരു ബോട്ടിൽ കഴിക്കേണ്ടി വരും. അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി. ഇപ്പൊ സാധാരണ ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ മേടിച്ചാൽ ഒരു 3-4 മാസത്തേക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രേ വേണ്ടു, കഴിക്കണ്ടു. ആദ്യം ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാ? രാത്രി കിടക്കുന്ന സമയത്ത് ലേഹ്യം കഴിക്കണ പോലെ, വായിൽ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചവർപ്പും കയ്പും നെല്ലിക്കയുടെ പുളിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ചൂടുവെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക. ജീരകം വറുത്ത വെള്ളം കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. ജീരകം 1 ടീസ്പൂൺ വറുത്തിട്ട് അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ വെള്ളം രാത്രി കഴിക്കുമ്പോൾ അത് കഴിക്കുക, രാവിലെ അത് കഴിക്കുക. അധികം പ്രാവശ്യം അങ്ങനെ പോകുന്നില്ലേ, 2 പ്രാവശ്യം കൊണ്ട് ക്ലീൻ ആവും. എനിക്ക് നല്ല അനുഭവമാണ്, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ആഴ്ചയും കഴിക്കണതാണ് ഞാൻ. നാരായണനും കൊടുക്കും അത്. ആളിപ്പോ എങ്ങനെ, പഠിപ്പൊക്കെ എങ്ങനെ പോണു? മടിയാ. എനിക്കൊരു പരിപ്പോട തരും. ആ ചായയും പരിപ്പോടയും ഈ സമയത്ത് മഴ പെയ്യുമ്പോ കഴിക്കാന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. സമാഷിന്റെ പാട്ടും വേണം. അയ്യോ, ഇപ്പൊ തന്നെ ഇടാൻ ഇത് പോയത് ഞാൻ അറിഞ്ഞില്ല. എനിക്കൊരു ഡൗട്ട് തോന്നി, ബാക്കിലൊന്നും ഇല്ലാന്ന്. കട്ടൻ ചായയും പരിപ്പോടയും ഒരു പാട്ട് വേണം. പാട്ടും കൂടി വേണ്ടതായിരുന്നു. സരിതൊരു പാട്ട് പാടിയാലും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പോട്ടാ. ശരി, ബൈ.